ഹരി ഓം. ശ്രീരാഗം കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് സുധ. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഭർതൃഹരി എന്നാണ്. ഭർതൃഹരിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കാം. എങ്കിലും ഞാൻ എൻ്റെ അറിവിൽപ്പെട്ട ചില കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പാടലീപുത്രം എന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന വിദ്യാസാഗരൻ എന്ന പണ്ഡിതശ്രേഷ്ഠനായ ബ്രാഹ്മണൻ്റെ പുത്രനാണ് ഭർതൃഹരി. ഭർതൃഹരിയുടെ ജനനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. വിദ്യാസാഗരൻ ബാല്യത്തിൽ സ്വന്തം ഗുരുനാഥനിൽ നിന്ന് വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചു. അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ തൃഷ്ണ അവസാനിച്ചില്ല. ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാവിധ വിദ്യകളും തനിക്ക് അഭ്യസിക്കണമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം പരദേശത്തേക്ക് യാത്ര തിരിച്ചു. വിവിധ ദേശങ്ങൾ അദ്ദേഹം ചുറ്റി നടന്നു. ഇതിനിടയിൽ വിദ്യാസമ്പന്നരായ ചിലരെ കണ്ടുമുട്ടി. എങ്കിലും അവരാരും തൻ്റെ ഗുരുവാകാൻ യോഗ്യതയുള്ളവരല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ ബ്രാഹ്മണ യുവാവ് വീണ്ടും സഞ്ചാരം തുടർന്നു. നടന്നൊരു പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ അദ്ദേഹം സമീപത്തുണ്ടായിരുന്ന അരുവിയിലിറങ്ങി കൈകാലുകൾ കഴുകി ജലപാനം ചെയ്തു. അതിനുശേഷം ആ താഴ്വരയിലെ ഒരു ഭാഗത്ത് പടർന്നു പന്തലിച്ചു നിന്ന ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ചെന്ന് ഇരിപ്പായി. കുളിർമയേറിയ മന്ദമാരുതൻ്റെ സ്പർശനം കൊണ്ട് ആ ബ്രഹ്മചാരി അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. ഈ അരയാൽ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ തപോനിഷ്ഠനായ ഒരു ബ്രഹ്മരക്ഷസ് വസിച്ചിരുന്നു. നേരം നട്ടുച്ചയായി. മധ്യാഹ്ന ക്രിയകൾക്ക് വേണ്ടി ബ്രഹ്മരക്ഷസ് താഴെ ഇറങ്ങി. ആ സമയം ചുവട്ടിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു. പൂണുനൂൽ ധരിച്ചിരിക്കുന്നത് കൊണ്ട് അയാൾ ബ്രാഹ്മണനാണെന്ന് ബ്രഹ്മരക്ഷസ് ഊഹിച്ചു. ബ്രഹ്മരക്ഷസ് യുവാവിനെ വിളിച്ചുണർത്തി. കണ്ണു തുറന്ന വിദ്യാസാഗരൻ ജടാധാരിയായ ബ്രഹ്മരക്ഷസിനെയാണ് കാണുന്നത്. വിദ്യാസാഗരൻ ക്ഷണം എഴുന്നേറ്റ് നിന്നു. അവർ തമ്മിൽ സംഭാഷണം നടന്നു. വിദ്യാസാഗരൻ തൻ്റെ യാത്രോദ്ദേശം വെളിപ്പെടുത്തി. ഉടനെ ബ്രഹ്മരക്ഷസ് ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞെ, വിദ്യാസാഗരൻ എന്നുള്ള നിൻ്റെ പേര് തന്നെ വളരെ അന്വർത്ഥം. ആകട്ടെ, പലതരത്തിലുള്ള വിദ്യകൾ എനിക്ക് പരിചയമുണ്ട്. അവ ഒന്നൊഴിയാതെ നിനക്ക് ഉപദേശിച്ചു തരാം. അതിന് ചില നിർദ്ദേശങ്ങൾ നീ അനുസരിക്കേണ്ടതായുണ്ട്. 6 മാസക്കാലം നീ എന്നോടൊന്നിച്ച് താമസിക്കണം. ആ കാലമത്രയും നീ നിരാഹാരനായിരിക്കണം. വ്രതിയായി കഴിഞ്ഞുകൂടണം. അതായത് വ്രതത്തോടുകൂടി കഴിഞ്ഞുകൂടണം. ക്ഷുൽപിവാസാദികളും ഉറക്കവും ബാധിക്കാതിരിക്കുന്നതിന് ഞാൻ നിനക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തരാം. ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നത് നിനക്കിഷ്ടമാണെങ്കിൽ നിൻ്റെ വിദ്യാഭ്യാസ തൃഷ്ണയെ ശമിപ്പിക്കാൻ ഞാൻ വേണ്ടതുപോലെ ശ്രമിക്കാം. വിദ്യാസാഗരൻ സംതൃപ്തിയോടെ ബ്രഹ്മരക്ഷസിൻ്റെ നിർദ്ദേശമേതും അനുസരിക്കാൻ സന്നദ്ധനായി. രണ്ടുപേരും അരയാലിൽ കയറി. പൂർവ്വസ്ഥാനത്ത് ബ്രഹ്മരക്ഷസും അതിന് താഴെ ഒരു ശാഖയിൽ ബ്രാഹ്മണ യുവാവും ഇരിപ്പുറപ്പിച്ചു. വിധിപ്രകാരം വിദ്യോപദേശവും ആരംഭിച്ചു. ആചാര്യൻ ഉപദേശിക്കുന്ന മന്ത്രങ്ങളും ശാസ്ത്രങ്ങളും ശിഷ്യൻ പഠിക്കുന്നതിനു പുറമെ അവ ഒന്നൊഴിയാതെ അരയാലിലകളിൽ കുറിച്ചെടുത്ത് ഗ്രന്ഥരൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അനേക മാസങ്ങൾ കഴിഞ്ഞിട്ടും വിദ്യാസാഗരന് വിശപ്പോ ദാഹമോ ഉണ്ടായില്ല. 6 മാസം കൊണ്ട് വിദ്യാഭ്യാസം പൂർണ്ണമായി. ഒടുവിൽ ബ്രഹ്മരക്ഷസ് യാത്ര പറഞ്ഞ് സ്വശരീരം ത്യജിച്ച് ദേവലോകത്തേക്ക് പോയി. വിദ്യാസാഗരൻ വൃക്ഷത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഗുരുവിൻ്റെ ശേഷക്രിയകളെല്ലാം നടത്തിയ ശേഷം അരയാലിലകൾ കൊണ്ടുള്ള ഗ്രന്ഥവുമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു. കാനന പ്രദേശം വിട്ടതോടുകൂടി വിദ്യാസാഗരന് ഉറക്കവും വിശപ്പും തോന്നി തുടങ്ങി. അപ്പോഴേക്കും ബ്രഹ്മരക്ഷസ് ഉപദേശിച്ചു കൊടുത്ത മന്ത്രത്തിൻ്റെ അവധി അവസാനിച്ചതിനാൽ അതിൻ്റെ പ്രഭാവം അസ്തമിച്ചതായി ആയിരുന്നു കാരണം. സന്ധ്യയായപ്പോഴേക്കും വിദ്യാസാഗരൻ കലിംഗദേശത്ത് എത്തിച്ചേർന്നു. അവിടെ മന്ദാകിനി എന്ന ഒരു ദാസി താമസിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വീട്ടുവാതിൽക്കലെത്തി. തത്സമയം അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിരുന്നതിനാൽ പടിപ്പുര അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിശപ്പും ഉറക്കവും സഹിക്കാൻ കഴിവില്ലാതെ വന്ന വിദ്യാസാഗരൻ കയ്യിലിരുന്ന ഗ്രന്ഥം തലയിണയാക്കി ആ പടിപ്പുരയിൽ തന്നെ കിടന്നുറങ്ങി. ക്ഷേത്രത്തിലെ ജോലിയും ആരാധനയും കഴിഞ്ഞ് 10 മണിയോടുകൂടി വീട്ടുവാതിലിൽ എത്തിയ മന്ദാകിനിക്ക് പടിപ്പുരയിൽ ഒരാൾ കിടക്കുന്നതായി തോന്നി. അവൾ അയാളെ വിളിച്ചുണർത്തി. പെട്ടെന്ന് തന്നെ ഭൃത്യരെ വിളിച്ച് എടുപ്പിച്ച് വീട്ടിനകത്ത് കിടത്തിയിട്ട് വൈദ്യനെ വിളിച്ച് വേണ്ട ശുശ്രൂഷകൾ തുടങ്ങി. ദാസിയുടെ സ്നേഹമസൃണമായ ശുശ്രൂഷ കൊണ്ടും വൈദ്യൻ്റെ പ്രശസ്തമായ ചികിത്സ കൊണ്ടും വിദ്യാസാഗരൻ സുഖം പ്രാപിച്ചു.
അദ്ദേഹം ഭാണ്ഡവുമെടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ മന്ദാകിനി വന്ന് അയാളെ തടഞ്ഞു. അവളെ വിവാഹം കഴിക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. പക്ഷേ വിദ്യാസാഗരൻ മനസ്സുവച്ചില്ല. ഉടൻ തന്നെ മന്ദാകിനി രാജസന്നിധിയിൽ ചെന്ന് സകല സംഗതികളും കാണിച്ച് ഒരു അപേക്ഷ ബോധിപ്പിച്ചു. രാജാവ് വിദ്യാസാഗരനെ സഭയിൽ വിളിച്ചു വരുത്തി. അയാളുടെ പാണ്ഡിത്യം, സ്വഭാവശുദ്ധി മുതലായവ രാജാവിനെ സന്തോഷിപ്പിച്ചു. രാജപുത്രിയെയും മന്ത്രിപുത്രിയെയും വൈശ്യനായ കുലപതിയുടെ പുത്രിയെയും ഒടുവിൽ മന്ദാകിനിയെയും വിദ്യാസാഗരൻ വിവാഹം ചെയ്യട്ടെ എന്ന് രാജാവ് വിധിച്ചു. മന്ത്രി ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യകുലങ്ങളിൽ നിന്നും ഭാര്യമാരെ സ്വീകരിച്ച ശേഷമേ ബ്രാഹ്മണൻ ശൂദ്രകുലത്തിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന അക്കാലത്തെ സമ്പ്രദായത്തിന് ഇതൊരു പരിഹാരമായിരുന്നു. വിദ്യാസാഗരൻ രാജകൽപ്പന സമ്മതിച്ചു. വിവാഹം നടന്നു. വിദ്യാസാഗരൻ പരിണയിച്ച രാജകുമാരിയുടെ പേര് കലാവതി എന്നും ബ്രാഹ്മണകുമാരിയുടെ പേര് മാലതി എന്നും വൈശ്യകുമാരിയുടെ പേര് സുമംഗല എന്നും ശൂദ്രകുമാരിയുടെ പേര് മന്ദാകിനി എന്നും ആയിരുന്നു. അവരോടുകൂടി വിദ്യാസാഗരൻ ദാമ്പത്യ ജീവിതം നയിച്ചു. 4 പേർക്കും ഓരോ ആൺകുട്ടികൾ ജനിച്ചു. ബ്രാഹ്മണകുമാരന് വരരുചി എന്നും ക്ഷത്രിയകുമാരന് വിക്രമാദിത്യനെന്നും വൈശ്യകുമാരന് ഭട്ടി എന്നും ശൂദ്രകുമാരന് ഭർതൃഹരി എന്നും പേരിട്ടു. കലിംഗ രാജാവ് വൃദ്ധനായപ്പോൾ രാജസ്ഥാനം വിദ്യാസാഗരന് കൊടുത്തു. വിദ്യാസാഗരൻ മരിച്ചപ്പോൾ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഭർതൃഹരിയെ രാജാവാക്കി. ഭർതൃഹരി അച്ഛൻ്റെ മരണശയ്യക്കരികിൽ വെച്ച് തനിക്ക് പുത്രന്മാർ ജനിക്കാതെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർതൃഹരി 3 സ്ത്രീകളെ വിവാഹം ചെയ്തു. പക്ഷേ പുത്രന്മാർ ജനിക്കാതെ അദ്ദേഹം ശ്രദ്ധയോടെ പെരുമാറി. ഭർതൃഹരി ഭാര്യാസമേതം സുഖമായി ഗൃഹത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഒരു യോഗീശ്വരൻ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ വന്നു. ആ യോഗി ഒരു മാമ്പഴം ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട്, "ഈ മാമ്പഴം തിന്നാൽ ജരാനരകൾ കൂടാതെ എന്നും ജീവിച്ചിരിക്കാം. സകലവിധ യോഗ്യതകളും ഭാഗ്യവും തികഞ്ഞ അങ്ങ് ലോകോപകാരാർത്ഥം എന്നും ജീവിച്ചിരിക്കേണ്ട ആളാകയാലാണ് ഞാൻ അങ്ങേക്ക് ഇത് തരുന്നത്" എന്ന് പറഞ്ഞ് ഉടനെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. യോഗി പോയതിൻ്റെ ശേഷം ഭർതൃഹരി കുറച്ചു കാലം കഴിയുമ്പോൾ, "എൻ്റെ പ്രിയതമ വാർദ്ധക്യ നിമിത്തം ജരാനരകളാൽ ബാധിതയായി മരിച്ചു പോകുമല്ലോ. അവൾ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? അതിനാൽ ഈ മാമ്പഴം അവൾക്ക് കൊടുക്കണം. അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ" എന്ന് വിചാരിച്ച് ആ മാമ്പഴം ഭാര്യയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ മാഹാത്മ്യം ഇന്ന പ്രകാരമാണെന്ന് അവളെ ധരിപ്പിക്കുകയും ചെയ്തു. ഭർതൃഹരി അസാമാന്യമായി സ്നേഹിച്ചും പതിവ്രത ശിരോമണി എന്നും വിശ്വസിച്ചു വെച്ചിരുന്ന ആ ഭാര്യയ്ക്ക് ഒരു ജാരൻ ഉണ്ടായിരുന്നു. അവൻ ഭർതൃഹരിയുടെ അശ്വപാലൻ തന്നെയായിരുന്നു. മാമ്പഴം കയ്യിൽ കിട്ടുകയും അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി അറിയുകയും ചെയ്തപ്പോൾ പുഞ്ചലിയായ ആ സ്ത്രീ, "നമ്മുടെ ജാരൻ മരിച്ചിട്ട് പിന്നെ ഞാനെന്തിന് ജീവിച്ചിരിക്കുന്നു? എന്നും അവൻ ജീവിച്ചിരിക്കട്ടെ" എന്ന് വിചാരിച്ച് ആ മാമ്പഴം ആരുമറിയാതെ ജാരനെ വരുത്തി അവന് കൊടുക്കുകയും അതിൻ്റെ മാഹാത്മ്യത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ആ കുതിരക്കാരൻ, "എൻ്റെ ഭാര്യ മരിച്ചിട്ട് പിന്നെ ഞാനെന്തിന് ജീവിച്ചിരിക്കുന്നു" എന്ന് ചിന്തിച്ചിട്ട് അത് അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. കുതിരക്കാരൻ്റെ ഭാര്യ ഭർതൃഹരിയുടെ ഭവനത്തിലെ അടിച്ചുതളിക്കാരിയായിരുന്നു. അവൾ അവിടെ വന്ന് അടിച്ചുതളി കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കുതിരക്കാരൻ ഈ മാമ്പഴം അവൾക്ക് കൊടുത്തത്, അതിൻ്റെ മാഹാത്മ്യത്തെ ധരിപ്പിച്ചത്. ഭർതൃഹരി പുറത്തെവിടെയോ പോയി തിരിച്ചു വരുമ്പോൾ മാർഗമധ്യേ ആ സ്ത്രീ ആ മാമ്പഴവും കൊണ്ട് പോകുന്നത് കണ്ടു. മാമ്പഴം കണ്ടപ്പോൾ തന്നെ അത് തനിക്ക് യോഗി തരികയും താൻ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണെന്ന് മനസ്സിലാകുകയാൽ അദ്ദേഹം അവളോട്, "നിനക്ക് ഈ മാമ്പഴം എവിടെ നിന്ന് കിട്ടി?" എന്ന് ചോദിച്ചു. അവൾ, "ഇത് എനിക്ക് എൻ്റെ ഭർത്താവ് തന്നതാണ്" എന്ന് പറഞ്ഞിട്ട് മാമ്പഴം കൊണ്ടുപോവുകയും ചെയ്തു. ഭർതൃഹരി സ്വഭവനത്തിൽ വന്നതിൻ്റെ ശേഷം കുതിരക്കാരനെ വരുത്തി ആ മാമ്പഴം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ആദ്യമൊക്കെ അവൻ വ്യാജങ്ങൾ പറഞ്ഞുവെങ്കിലും ഒടുക്കം ഭർതൃഹരിയുടെ നിർബന്ധവും ഭീഷണിയും കൊണ്ട് വാസ്തവം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭർതൃഹരിക്ക് വളരെ വ്യസനമുണ്ടായി. "കഷ്ടം, ഞാൻ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് ഈ കുലടയാണല്ലോ. സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കഷ്ടം, ഇവൾക്ക് വിരൂപനും തൻ്റെ ഭൃത്യനുമായ ഈ നീചനിലാണല്ലോ അഭിനിവേശമുണ്ടായത്. ആശ്ചര്യം തന്നെ. ഇവൻ ഇവളുടെ ജാരനല്ലെങ്കിൽ ഇവൾക്ക് ഇവനോട് ഇത്രയും സ്നേഹം തോന്നാനും ഈ മാമ്പഴം ഇവന് കൊടുക്കാനും ഇടയില്ല. ഏതെങ്കിലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയണ്ട.
ഇനി വേണ്ടത് പിന്നീട് ആലോചിച്ച് നിശ്ചയിക്കാം എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുതിരക്കാരനെ പറഞ്ഞയച്ചിട്ട് ശയനഗൃഹത്തിൽ പോയി വിചാരമഗ്നനായി കിടന്നു. കുതിരക്കാരൻ ഉണ്ടായ സംഗതികളെല്ലാം ഒരു ദാസി മുഖേന ഉടനെ ഭർതൃഹരിയുടെ ഭാര്യയെ ഗ്രഹിപ്പിച്ചു. തൻ്റെ വ്യാജപ്രവൃത്തികളെല്ലാം ഭർത്താവ് അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വളരെ വ്യസനവും ഭയവും ഉണ്ടായി. ഇത് നിമിത്തം തൻ്റെ ജാരന് കഠിന ശിക്ഷയും തനിക്ക് ദുർയശസ്സുമുണ്ടാകുമെന്നും ഇവ രണ്ടും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ കഥ ഉടനെ കഴിക്കണമെന്നും അവൾ നിശ്ചയിച്ചു. ഉടനെ അവൾ വിഷം ചേർത്ത് ഒരു പലഹാരം ഉണ്ടാക്കി അതും കൊണ്ട് ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹഭാവത്തോടുകൂടി പറഞ്ഞു, ഭക്ഷണം തയ്യാറാകാൻ കുറച്ച് താമസമുണ്ട്, വയറ് കായാതിരിക്കട്ടെ, ഇത് തിന്നോളൂ എന്ന് പറഞ്ഞ് ആ പലഹാരം ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തു. ഭർതൃഹരി പലഹാരം കയ്യിൽ വാങ്ങിക്കൊണ്ട് ഇവളിതെന്നെ കൊല്ലാനായി വിഷം കൂട്ടി ഉണ്ടാക്കിയതായിരിക്കണം, ഇനി ഇവളുടെ സഹവാസം ഉപേക്ഷിക്കുക തന്നെ യുക്തം, സംശയമില്ല. 4 ആശ്രമങ്ങളുള്ളതിൽ ഉത്തമവും സുഖപ്രദവും ദുഃഖരഹിതവുമായിരിക്കുന്ന ചതുർത്ഥാശ്രമം തന്നെയാണ്. അതിനാൽ അചിരേണ അതിനെ തന്നെ സ്വീകരിക്കണം എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ചിട്ട് ഈ പലഹാരം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. ആ പലഹാരം പുരയുടെ ഇറമ്പിൽ തിരികെ വെച്ചിട്ട് അദ്ദേഹം ഭിക്ഷ വാങ്ങി ഭക്ഷിക്കുന്നതിനായി ഒരു ചട്ടി കയ്യിലെടുത്തുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി. ഭർതൃഹരി പടിക്ക് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരയ്ക്ക് തീപിടിക്കുകയും സർവസ്വവും ഭസ്മാവശേഷമായി തീരുകയും ചെയ്തു. അനന്തരം ഭർതൃഹരി സന്യാസവൃത്തിയോടുകൂടി ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിച്ച് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ഒടുവിൽ അദ്ദേഹം ഭിക്ഷയാചിച്ചു വാങ്ങി ഭക്ഷണം കഴിക്കുന്നത് യുക്തമല്ലെന്നും വല്ലവരും വല്ലതും കൊണ്ടുവന്ന് തന്നെങ്കിൽ മാത്രം ഭക്ഷിച്ചാൽ മതിയെന്നും നിശ്ചയിച്ച് പരദേശത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ചെന്നു ചേർന്നു. അവിടെ കിഴക്കേ ഗോപുരത്തിൽ പട്ടണത്തുപിള്ള എന്ന പ്രസിദ്ധനായ സന്യാസി ശ്രേഷ്ഠൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഭർതൃഹരി പടിഞ്ഞാറേ ഗോപുരത്തിൽ പോയി തൻ്റെ ചട്ടിയും മുൻപിൽ വെച്ച് അവിടെ ഇരുന്നു. ചട്ടിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഇട്ടാൽ അതുമാത്രം എടുത്ത് കഴിച്ചാണ് ഭർതൃഹരി ജീവിച്ചത്. ഒന്നും കിട്ടാതെ പട്ടിണി കിടന്ന അനേകം ദിവസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷീണമോ സുഖക്കേടോ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് പട്ടണത്തുപിള്ളയോട് ഭിക്ഷയാചിച്ചു. അപ്പോൾ പട്ടണത്തുപിള്ള, തനിക്ക് തരുന്നതിന് എൻ്റെ കൈവശം യാതൊന്നുമില്ല, എന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഒരു ധനികൻ ഇരിക്കുന്നുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വല്ലതും തരുമായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ആ ഭിക്ഷക്കാരൻ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഭർതൃഹരിയുടെ അടുക്കൽ ചെന്ന് ഭിക്ഷ ചോദിച്ചു. ഭിക്ഷ കൊടുക്കുന്നതിന് തൻ്റെ കൈവശം യാതൊന്നുമില്ലെന്ന് പറഞ്ഞ് ഭർതൃഹരിയും അയാളെ കൈവെടിഞ്ഞു. ഉടനെ ഭിക്ഷക്കാരൻ, അങ്ങ് ഒരു ധനവാനാണെന്ന് കിഴക്കേ ഗോപുരത്തിലിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ താനൊരു ചട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് പട്ടണത്തുപിള്ള ഇങ്ങനെ പറഞ്ഞയച്ചതെന്ന് ഭർതൃഹരി നിശ്ചയിച്ചു. ഉടനെ ആ ചട്ടി നിലത്തെറിഞ്ഞ് ഉടച്ചു. അതിൻ്റെ ശേഷം ഭർതൃഹരി ആജീവനാന്തം ആ പുണ്യക്ഷേത്ര സന്നിധിയിലിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ വിശിഷ്ട കൃതികളെല്ലാം രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ കൃതികളാണ് നീതിസാരം, സുഭാഷിതം, ശൃംഗാരശതകം, വൈരാഗ്യശതകം മുതലായവ. അദ്ദേഹം ഭിക്ഷയ്ക്കായിരുന്ന ക്ഷേത്രം ചിദംബര ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. ഭർതൃഹരിയുടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹരി ഓം.